തഞ്ചാവൂരിൽ നടക്കുന്ന സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷന്റെ 33ാം സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. പൊതുമേഖലയെ സംരക്ഷിക്കുക, കോർപ്പറേറ്റ് വൽക്കരണം തടയുക, മതേതരത്വം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. വടകര LIS ഓഫീസ് പരിസരത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ ഫെഡറേഷൻ പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ M. കുഞ്ഞികൃഷ്ണനെ വിവിധ വർഗ ബഹുജന സംഘടനകൾ ഹാരാർപ്പണം ചെയ്തു. ഇന്ത്യ മുതലാളിമാരുടെ പക്ഷത്തിലേക്കും സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും കൊണ്ടുവരുമ്പോൾ ഇതിനൊരു പ്രതിഷേധം ഉണ്ടാവട്ടെ. ആ പ്രതിഷേധത്തിന്റെ സ്വരം ഉയർത്താൻ വേണ്ടിയാണ് ഈ ജാഥയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ തൊഴിലാളികൾ സംയുക്തമായി ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും പോലും പരിഹരിക്കാനോ ഗവൺമെന്റ് തയ്യാറല്ല. മിനിമം കൂടി 500 രൂപ ആക്കണമെന്ന് പറയുമ്പോൾ പരിശോധിക്കാൻ ഗവൺമെന്റ് ഒരുക്കമല്ല. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്റ്റീം വർക്കേഴ്സിന്റെ പേരിൽ പണിയെടുക്കുന്ന ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, പാചക തൊഴിലാളികൾ, അവരെ തൊഴിലാളികളായി പോലും പരിഗണിക്കുന്നില്ല ഗവൺമെന്റ്. മിനിമം കൂലി കൊടുക്കാൻ തയ്യാറല്ല. ഈ കഴിഞ്ഞ ദിവസം CIT മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാനത്തിൽ വലിയൊരു കൺവെൻഷൻ നടത്തി. അസംഘടിത മേഖല തൊഴിലാളികൾക്ക് കുറഞ്ഞത് 500 രൂപയെങ്കിലും കൂലി ഈടാക്കാൻ ഓരോ മേഖലയിൽ പ്രയാസം വരികയാണ്. ആ പ്രയാസങ്ങളിലാണ് ഹരിയാനയിലുള്ള മറ്റൊരു വാർത്ത കൂടി നാം കാണേണ്ടത്. ഹരിയാന ഗവൺമെന്റ് നമുക്കറിയാം, തൊഴിൽ നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ നിലപാടുകളുടെ ഗവൺമെന്റാണ്. അവിടെയാണ് മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനി തൊഴിലാളികളുടെ സംഘടന ഉണ്ടാക്കിയത്. അവിടെ വേറൊരു സംഘടനയുണ്ട്, മാനേജ്മെന്റ് സ്പോൺസേഡ് സംഘടന. ആ സംഘടനയ്ക്ക് പകരം തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. മാരുതി സുസുക്കി വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ സ്വതന്ത്ര സംഘടന ഉണ്ടാക്കി. ആ സംഘടന ഉണ്ടാക്കിയതിന്റെ പേരിൽ 500ഓളം സ്ഥിര തൊഴിലാളികൾക്കെതിരെയും 1800ഓളം താൽക്കാലിക തൊഴിലാളികൾക്കെതിരെയും നടപടിയെടുത്തു മാനേജ്മെന്റ്. ആ സംഘടന ഉണ്ടാക്കാൻ അതിന് രജിസ്ട്രേഷൻ കൊടുക്കാൻ അവസരം ഒരുക്കിയ അവിടുത്തെ HR മാനേജറെ കമ്പനിയുടെ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തി. CIT ഏരിയ സെക്രട്ടറി AK ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ LIC എംപ്ലോയീസ് യൂണിയൻ ഡിവിഷണൽ സെക്രട്ടറി PP കൃഷ്ണൻ, B നന്ദകുമാർ, K ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കടത്തനാടിന്റെ മാഹാത്മ്യം നെഞ്ചോട് ചേർത്ത വടകരയ്ക്കായി പരിഷ്കാരത്തിന്റെ പുത്തൻ ആവിഷ്കാരവുമായി ലോകോത്തര കമ്പനികളുടെ ഗുണനിലവാരമുള്ള പാദുകങ്ങൾ, ബാഗുകൾ, ഫാൻസി ആഭരണങ്ങൾ, മറ്റ് ചമയങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ശേഖരവുമായി ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം റൊമാനി ഫാൻസി ഫുഡ്വെയർ വടകര.